ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫോക്കസ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത് SSLC മാത്സ് എക്സാമിനേഷൻ മാർച്ച് 2021 ചോദിച്ച 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, നമ്മൾ 5ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള 4 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ 1ാമത്തെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2 ഈസ്. ഇവിടെ നമുക്ക് 4 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കോമൺ ഡിഫറൻസ് 2 വരുന്ന സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നോക്ക്, ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 7, 10, 3 വെച്ചിട്ടാണ് കൂടുന്നത് അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് അല്ലല്ല. ഇവിടെ ആണെങ്കിലോ കുറഞ്ഞു വരാണ് അല്ലേ. 7, 5 ആകണം, -2. ഇത് -2 ആണ്. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് 2 ആണ്. അപ്പോൾ ഇതുമല്ല. ഇവിടെ ആണെങ്കിലോ 7, 9 ആകുന്നു, 2, 9, 11 ആവുന്നു, 2. അപ്പോൾ ഏതാണ് സീക്വൻസ്? ഇതാണ് സീക്വൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ ആണെങ്കിൽ 3 വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുമല്ല. അപ്പോൾ സിമ്പിളായിട്ട് 1 മാർക്ക് നിങ്ങൾക്ക് അരിത്തമാറ്റിക് സീക്വൻസിന് കിട്ടി. ഇനി 2ാമത്തെ ചോദ്യം നോക്ക്, വിച്ച് ഈസ് ഓൾവേസ് എ സൈക്ലിക് കോഡിലേറ്ററൽ. നമുക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്: പാരലോഗ്രാം, സ്ക്വയർ, ട്രപ്പീസിയം, റോംബസ്. ഇതിനകത്ത് സൈക്ലിക് കോഡിലേറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സൈക്ലിക് കോഡിലേറ്ററൽ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് സൈക്ലിക് കോഡിലേറ്ററൽ ആണെങ്കിൽ കോഡിലേറ്ററലിൻ്റെ 4 കോർണറുകളും എവിടെയായിരിക്കണം? ഈ പറയുന്ന സർക്കിളായിരിക്കണം, ഓൺ ദ സർക്കിളായിരിക്കണം. അതുമാത്രമല്ല പ്രത്യേകത, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. 180 ഡിഗ്രി കിട്ടേം വേണം. ക്ലിയർ ആണല്ലോ. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഈ പറയുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ആണ്. അങ്ങനെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈക്ലിക് കോഡിലേറ്ററലായിട്ട് മാച്ച് ആയിട്ട് വരുന്നത് ആരാണ്? സ്ക്വയർ ആണ് കേട്ടോ. 3ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. ഇതിൽ ഈ തന്നിട്ടുള്ള കോർഡിനേറ്റുകളിൽ അല്ലെങ്കിൽ ഈ സൂചക സംഖ്യകളിൽ എക്സ് ആക്സിസിൽ വരുന്ന കോർഡിനേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് ആക്സിസിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. ആദ്യം എഴുതുന്നത് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത് എഴുതുന്നത് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇതിൽ വൈ കോർഡിനേറ്റ് 0 ആയിട്ട് വരുന്നത് ഏതാ? ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? 2, 0. ഇത് വരില്ല. ഇത് ബാക്കിയുള്ള 3ഉം എന്തായിട്ട് വരില്ല? ആൻസർ ആയിട്ട് വരില്ല. ഓക്കെ, ഇനി വൈ ആക്സിസിലാണ് ചോദിച്ചതെങ്കിൽ എക്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. മനസ്സിലായ? തെറ്റിക്കോ? ഇല്ല. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ലാർജസ്റ്റ് സൈഡ്. ഇതിനകത്ത് ലാർജസ്റ്റ് ഏറ്റവും വലുപ്പമുള്ള സൈഡ് ഏതാ? ഇതല്ലേ വരുന്നത്? ഹൈപ്പോട്ടിനസ് ആണ് ഇതിനകത്ത് ലാർജസ്റ്റ് സൈഡായിട്ട് വരുന്നത്. അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് റേഷ്യോ വെച്ച് ചെയ്യാം. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. ഒന്നും കൂടി ശ്രദ്ധിച്ച് പഠിക്കുക. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണോ സൈഡ് തന്നിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഇരട്ടി എത്രയാണ്? 12 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരാ? 12. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് തന്നത്. അപ്പോൾ 30 ഡിഗ്രിയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പകുതിയായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. 1ാമത്തെ ചോദ്യം നോക്കിയേ, റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 3n+2. നമുക്ക് ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ nth ടൈം തന്നിട്ടുണ്ട്. എന്താണ്? 3n+2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3n+2 നേരെ നമ്മൾ എടുത്തെഴുതുന്നു. ആദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് ടേം കാണാൻ നമ്മളിവിടെ n കൊടുത്തിട്ടില്ലേ? എന്നിന് നമ്മൾ ഏത് നമ്പറാണ് ചോദിക്കുന്നത്? ഫസ്റ്റ് ടേം ആണെങ്കിൽ എന്നിന് 1 കൊടുക്കണം. 10ാമത്തെ ടൈം ആണെങ്കിൽ n എന്ത് കൊടുക്കണം? 10 കൊടുക്കണം. മനസ്സിലായോ? ഏത് ടേമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആ ടേമിൻ്റെ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമ്മളോട് ഫസ്റ്റ് ടൈം അല്ല ചോദിച്ചത്. അപ്പം എന്നിന് പകരം എന്തെന്ന് കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ 3 × 1 + 2 ആൻസർ എന്തെന്ന് കിട്ടി? 5. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ.
നമുക്കറിയാം ഇതിൻ്റെ nth ടൈം തന്നിട്ടുണ്ട് 3n+2. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നിൻ്റെ കൂടെ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. എന്നിൻ്റെ കൂടെ വരുന്ന നമ്പർ ഏതാണോ അതാണ് കോമൺ ഡിഫറൻസ്. എന്നിൻ്റെ കൂടെ വരുന്ന നമ്പറാണ് കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ? 3 ക്ലിയർ ആണല്ലോ? 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. ഇൻ ദ ഫിഗർ AB is the diameter of the circle. C is a point. AB ഡയമീറ്റർ ആണ്, C എന്ന് പറയുന്നത് സർക്കിളിൽ ഒരു പോയിന്റ് ആണ്. One of the angles, angle ACB and angle ADB is twice the other. ഒരു ആംഗിൾ മറ്റേ ആംഗിളിൻ്റെ ഇരട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ആംഗിളാണ് വലുത്, ഏത് ആംഗിളാണ് ചെറുതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊരു സർക്കിളാണല്ലോ, ആ സർക്കിളിലെ ഡയമീറ്റർ ആണ് AB. ആ സർക്കിളിലെ ഡയമീറ്റർ ആണിത് AB. ഞാനിവിടെ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, PQR. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? സർക്കിളിൻ്റെ ഉള്ളിലാണ്. Q എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? സർക്കിളിലാണ്. R എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? സർക്കിളിൻ്റെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ APB എന്ന് പറയുന്ന ആംഗിൾ ഏതാ? ഈ പറയുന്ന ആംഗിൾ അല്ലേ? അതെപ്പോഴും സർക്കിളിൻ്റെ ഉള്ളിലായതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. ഇനി AQB, ഈ AB എന്ന് പറയുന്ന ഡയമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ആംഗിൾ വന്നാൽ ഈ പോയിന്റ് സർക്കിളിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി R എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന് പുറത്താണ്. അപ്പോൾ ഈ AB ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രിനേക്കാളും താഴെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം എന്താണ്? AB ഈസ് എ ഡയമീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഉണ്ടായിരിക്കും ഓൺ ദ സർക്കിൾ അല്ലേ? ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഈ ABനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആംഗിൾ വരുന്നത്. ഇതെന്തായാലും 90നേക്കാളും കുറവായിരിക്കും, കൂടുതലായിരിക്കുമോ? പുറത്തല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയാം ആ ആംഗിൾ 90നേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ആരായിരിക്കും ചെറുത്? പകുതി ആരായിരിക്കും? 90ൻ്റെ പകുതി ആരായിരിക്കും? ഇവിടെ ഈ ആംഗിൾ ആയിരിക്കും. ആംഗിൾ ADB ആയിരിക്കും ഇതിൻ്റെ പകുതി. ഇതിൻ്റെ ഇരട്ടിയാണ് പാര് ഇവിടെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ആംഗിൾ ACB എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി എന്നും ആംഗിൾ ADB ഇതിൻ്റെ ഹാഫ് എത്രയാണ്? 45 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. പ്രോബബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അതായത് 10ന് താഴെ വരുന്ന നാച്ചുറൽ നമ്പർ പറയാനായിട്ട് ആവശ്യപ്പെടാണ്. എങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എൻ ഓഡ് നമ്പർ? ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? നമുക്കറിയാം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7, അതുപോലെ തന്നെ 9. എത്ര എണ്ണം വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട് അല്ലേ? അപ്പം 5 ടോട്ടൽ ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 10ന് താഴെ എന്നാണ്, ലെസ് ദാൻ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 10നേക്കാളും താഴെ. അപ്പം നമ്മൾ 10 കൂട്ടാൻ പാടില്ല, 10നേക്കാളും താഴെ വരുന്ന നമ്പറുകളാണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര നമ്പറുകളുണ്ട്? 9 നമ്പറുകളാണ് അല്ലേ? 9 നമ്പറുകളാണ് ടോട്ടൽ വരുന്നത്. അപ്പം 5/9 എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി, ഇവിടെ നോട്ട് എന്നുണ്ട് കേട്ടോ, ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ ആകാതിരിക്കാനുള്ള സാധ്യത. ഈവൺ നമ്പർ ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതായത് 2 വരാൻ പാടില്ല, 4 വരാൻ പാടില്ല, 6 പാടില്ല, 8 പാടില്ല. അങ്ങനെ വരുമ്പോഴും ആരൊക്കെയാണ്? ഈ 5 നമ്പർ തന്നെയല്ലേ വരുന്നത്? അപ്പം 5/9. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇൻ ദ ഫിഗർ AB ആൻഡ് CD ആർ ഡയമീറ്റർ. AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നത് ആരാണ്? ഡയമീറ്റർ ആണ്. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററുകളാണ്. കോർഡിനേറ്റ് ഓഫ് B, ഇവിടുത്തെ കോർഡിനേറ്റ് B എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3, 0 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് Oയിലെയും Cയിലെയും, അതായത് ഇവിടുത്തെ കോർഡിനേറ്റും ഈ Cയിലെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇവിടെ O എന്ന് പറയുന്നത് ആരാണ്? ഒറിജിൻ ആണ് അല്ലേ? ഒറിജിൻ ആണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0, 0 ആയിരിക്കും. ഇവിടുത്തെ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0, 0 ആയിരിക്കും. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ് ഇത് നമുക്കറിയാം Y ആക്സിസിലാണെന്ന് മനസ്സിലായി അല്ലേ? ഇത് ഏത് ആക്സിസിലാണ്? Y ആക്സിസിലാണെന്ന് മനസ്സിലായി. Y ആക്സിസിലാണെങ്കിൽ നമുക്കറിയാം ഇത്രയും യൂണിറ്റ് എത്ര ഡിസ്റ്റൻസിലാണ്? 3 ഡിസ്റ്റൻസിലാണ്. 3 യൂണിറ്റ് ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അതേ അളവ് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് എപ്പോഴും Y ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സിയുടെ കോർഡിനേറ്റ് കിട്ടി 0, 3 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. റൈറ്റ് x² - 1 as the product of 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇവിടുത്തെ
2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ ഏതാണ്? x² - 1 ആണ്. ഇത് പലതവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. x² - 1ൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ചോദിച്ചാൽ നമുക്കറിയാം a² - b² എന്ന് പറഞ്ഞാൽ എന്താണത്? a+b × a - b ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ x² - 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? x² അങ്ങനെ തന്നെ വരും. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 തന്നെയല്ലേ. പിന്നെ ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതിക്കൂടെ? x+1 x - 1. അങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. എന്ത് ചെയ്തു നോക്കൂടെ? x² - 9. 9ന് ഞാൻ എന്താക്കി? 3² എന്നാക്കി. 9നെ ഞാൻ എന്തെന്നാക്കി? 3². അപ്പോൾ ഈ രൂപത്തിലായില്ലത്? a² - b² എന്ന് പറഞ്ഞ രൂപത്തിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലേക്ക് എഴുതിക്കൂടെ? a+b a - b എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്ക് പകരം ഇവിടെ എക്സ്, ബിക്ക് പകരം 3 ആണെങ്കിൽ x+3 × x - 3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ 5 ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടി. ആ ഭാഗം നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇനിയും ഇതുപോലത്തെ പ്രീവിയസ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ലൈക്കും അറിയിക്കണം. ഓക്കെ, താങ്ക്